തെക്കേപ്പുറയിലെ കഥക് തുറക്ക്, ഞാൻ പുറത്തു നിൽപ്പുണ്ട്. രാജീവിൻ്റെ മെസ്സേജ് കണ്ടതും നിമ്മിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. എന്നാലും അവൾ റിപ്ലൈ നൽകി. ഇല്ല, ഞാൻ തുറക്കില്ല. രാജീവ്, ഞാനെന്നൊരമ്മയാണ്. ഇനി ഞാൻ ഒന്നിനുമില്ല. പ്ലീസ് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് തെറ്റുകൾ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടി. അതെന്നെ ഏർപ്പാടാടി. ഇത്രയും നാൾ കൂടെ കിടത്തി സുഖം പറ്റിയിട്ട് പെട്ടെന്നൊരു ഉൾവിളി. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ചേട്ടനെയും കുഞ്ഞിനെയും ചതിച്ചുകൊണ്ട് ഇനിയുള്ള കാലവും രാജീവ് പറയുന്നത് കേട്ട് നിൽക്കാൻ എനിക്കാവില്ല. പറ്റിയത് പറ്റി. ഇനിയും ആ തെറ്റ് ആവർത്തിക്കാനാവില്ല. മോളെ നിമ്മി, പച്ചയ്ക്ക് പറഞ്ഞ നിന്റെ കഴപ്പ് തീർക്കാൻ തന്നെയാണ് നീയും എന്നെ ഉപയോഗിച്ചത്. അതിനപ്പുറം വേറെ ഡെക്കറേഷനൊന്നും വേണ്ട. നീ ലേബർ റൂമിൽ കയറുന്ന ദിവസത്തിൻ്റെ തലേന്ന് അയച്ച മറ്റേ വീഡിയോ ഉൾപ്പെടെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഏതേലും ഗ്രൂപ്പിൽ ഞാനൊന്ന് സെൻഡിട്ട് കൊടുത്താൽ നീ തീർന്നു. തുറക്കടിപ്പില്ലേ കഥക്. അധിക നേരം രാജീവിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ നിമ്മിക്ക് പിടിച്ചു നിൽക്കാനായില്ല. സ്വന്തം കാര്യം നടത്താനുള്ള രാജീവിൻ്റെ വാക്കുകൾ തന്നെയായിരുന്നു അന്നും ഇന്നും നിമ്മിയുടെ ഏറ്റവും വലിയ ബലഹീനത. നിമ്മിയേക്കാൾ 13 വയസ്സ് പ്രായക്കൂടുതലുള്ള മോഹൻ എന്ന പ്രവാസി ഭർത്താവ് നിമ്മി എന്ന ശാലീന സുന്ദരിക്ക് ഒട്ടും ചേർന്നതല്ല എന്ന രാജീവിൻ്റെ ഭംഗി വാക്കുകളിൽ അവൾ അകപ്പെട്ടു പോയി. ഒരു റിപ്ലൈ തരുമോ എന്ന ചോദ്യത്തിൽ തുടങ്ങിയ ആ ബന്ധം ഇന്നിതാ സ്വന്തം ശരീരം തന്നെ റിപ്ലൈ ആയി കൊടുക്കേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. രാജീവ്, നീ ഈ കാണിക്കുന്നത് മഹാപാപമാണ്. അമ്മ എങ്ങാനും ഉണർന്നാൽ കുഞ്ഞുള്ളോണ്ട് ചെറിയ ശബ്ദം കേട്ടാൽ പോലും അമ്മ വന്ന് നോക്കും. പ്ലീസ് ഒന്ന് പോയി താ. എന്നെ ചതിക്കരുത്. നാളെ രാവിലെ ഏട്ടൻ ദുബായിൽ നിന്ന് വരികയാ. ഞങ്ങളുടെ നീണ്ട 10 വർഷത്തെ കാത്തിരിപ്പ് എൻ്റെ മോള്. ഓഹോ, അപ്പോൾ നീ ഇനി നാട്ടുകാരെയും വീട്ടുകാരെയും മുമ്പിൽ പതിവ്രത. സ്വന്തം ഭർത്താവിനെ തേച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലുള്ള നിന്റെ നിൽപ്പുണ്ടല്ലോ. എന്നിട്ട് അവള് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കുറേ സിന്ദൂരവും വാരിപ്പൂശി ആളുകളെ ബോധിപ്പിക്കാൻ കുറേ FB പോസ്റ്റുമായിട്ട് നീ ഇനിയും വായേ. അതിനുള്ള കമൻറ്റ് ഞാൻ തന്നോളാം. രാജീവ് പ്ലീസ്. കുഞ്ഞുണർന്നു. ഞാൻ പാല് കൊടുക്കട്ടെ? ഒന്ന് പോയി താ പ്ലീസ്. കുഞ്ഞിനേക്കാളും മുൻപേ നിന്റെ മാറും മൂടും ഞാനല്ലേടി കണ്ടത്. അതവിടെ കിടന്ന് മോങ്ങട്ടെ. നീ ഇങ്ങോട്ട് വന്നേ. എൻ്റെ സ്വഭാവം മാറ്റിക്കരുത്, പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ വരില്ല. ഇനിയും എൻ്റെ ഏട്ടനെ ഞാൻ ചതിക്കില്ല. നീ വരില്ലല്ലേ? ദേ, ഈ വീഡിയോ കണ്ടോ? നിന്റെ 7ാം മാസത്തിലെ വയറ്റുപൊങ്കാലയുടെ ദിവസം ഉടുത്തിരുന്ന സെറ്റ് സാരി ഉരിയുന്ന കുടുംബിനിയായ നിമ്മി. അയക്കട്ടെ ഇത് നിന്റെ കെട്ടിയോന്? പ്ലീസ് രാജീവ്. നിമ്മി വായ പൊത്തി ഉറക്കെ കരഞ്ഞുകൊണ്ട് രാജീവിൻ്റെ കാൽക്കലിൽ വീണു. എനിക്ക് നിന്റെ കഥയൊന്നും കേൾക്കണ്ട. എന്തായാലും കുനിഞ്ഞ് കാലിൽ വീണതല്ലേ. എന്നത്തെയും പോലെ തുടങ്ങിക്കോ. മേലോട്ട് എഴുന്നേറ്റ് വാടി. നിറമിഴിയുടെ രാജീവിൻ്റെ കാഴ്ചവട്ടിൽ നിന്നും മെല്ലെ മെല്ലെ മുഖമുയർത്തി വന്ന നിമ്മി ഗത്യന്തരമില്ലാതെ ഒടുവിൽ രാജീവിൻ്റെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു. അങ്ങനെ വഴിക്ക് വാടി മോളെ. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമുള്ള തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ. സർ പ്ലീസ് അറസ്റ്റ് മീ. ഞാൻ ഒരാളെ കൊന്നു. അപ്പോഴേക്കും ചോരയുടെ പാട് വീണ കുഞ്ഞിനെയും കൊണ്ട് മോഹൻ്റെ അമ്മയും ഏതാനും കൂട്ടുകാരും കൂടി സ്റ്റേഷനിലെത്തിയിരുന്നു. അവസാനമായി തൻ്റെ പൊന്നുമോളെ മാറോട് ചേർത്ത് നിമ്മി പറഞ്ഞു, എൻ്റെ മോള് ഒരിക്കലും മറ്റൊരു നിമ്മി ആവരുത്. ഇത്രയും പറഞ്ഞ ശേഷം എല്ലാം നഷ്ടപ്പെട്ട് നാട്ടുകാരുടെ മുൻപിൽ നിസ്സഹായതയോടെ തലയിൽ കൈവച്ച് കരഞ്ഞ സേതുമാധവനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിമ്മി സെല്ലിനകത്തേക്ക് പോയി. കൺമുന്നിൽ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ അമ്മയുടെ മുലപ്പാലിനായി ആ കൈക്കുഞ്ഞ് അപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ വിവാഹശേഷം അപരിചിതനായ ഒരാണ് നിങ്ങളിലേക്ക് ഭംഗിവാക്കുകൾ പറഞ്ഞുകൊണ്ട് അടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ 90% അവൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ശരീരം മാത്രമായിരിക്കും. അതിൽ പങ്കാളികളാകുന്ന നിമ്മിമാരും രാജീവന്മാരും ആ അവിഹിതത്തിൻ്റെ വിഹിതം പറ്റാൻ തുല്യ അർഹരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.